ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മഹോത്സവമാണ്. അതെ, നമ്മളിവിടെ കണ്ടത് ജനാധിപത്യ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അവര് നല്ല ഭരണം കാഴ്ചവെച്ച് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഭരണം കൊടുക്കുന്നതാണ് നമ്മൾ കേരളത്തിൽ കണ്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യത്തെ 5 വർഷം പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ നല്ല ഭരണം കാഴ്ചവെച്ചു. പിന്നീട് 5 വർഷം വീണ്ടും കൊടുത്തു. പക്ഷെ ഒരുപാട് വിലക്കയറ്റങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നു. ജനങ്ങൾ തന്നെ വിധി മാറ്റി എഴുതി UDF-ന് ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും UDF-ൽ വിജയിച്ചു വന്ന എല്ലാ നേതാക്കൾക്കും എൻ്റെ 1000 അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യം അർപ്പിക്കുകയാണ്. രണ്ടാമത് നമുക്കറിയാം, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒരുപാട് വർഷം ഭരിച്ചു. നല്ല ഭരണമായിരുന്നു, നല്ല ഭരണമാണ് സ്റ്റാലിനും കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ വിജയ് എന്ന് പറയുന്നത് ഒരു സിഗ്നേച്ചറാണ്. അതായത് നമുക്കറിയാം 10-30 വർഷത്തോളം ഏകദേശം സിനിമ ഫീൽഡിൽ ഉണ്ടായതാണ്. അങ്ങനെ തന്നെ ഒരുപാട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു മനുഷ്യനാണ് വിജയ് എന്ന് പറയുന്നുള്ളത്. പിന്നെ പ്രചരണത്തിനും ഒരുപാട് പ്രയത്നങ്ങൾ, പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല പ്രയത്നങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന വിജയ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വിജയമാണ് വിജയ് അവിടെ കണ്ടത്. എന്തായാലും വിജയ്ക്കും തലപതി വിജയ്ക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ നമ്മൾ ഇതുപോലെ സന്തോഷങ്ങൾ കാണുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ ഉണ്ടായ ഒരു ഇലക്ഷൻ. അവിടെ വർഷങ്ങളോളം മമതാ ബാനർജിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ ഇപ്പോൾ RSS അവിടെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. അവർ ഒരുപാട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരും ഒന്നും അവിടെ സംസാരിക്കാനില്ല. കാരണം നമുക്കറിയാം 1975 12 ജൂണിന് റായ്ബറാലിയിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അലഹബാദ് കോർട്ട് ആ ഒരു വിജയത്തെ നിരസിക്കുകയാണ് ചെയ്തത്, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടു വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ വരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, വിജയിച്ചിട്ട് വന്ന കോൺഗ്രസിന്റെ നേതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തെ നിങ്ങൾ വികസനത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടുത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിന്റെ കീഴിൽ നമ്മുടെ ഇന്ത്യയെ കാണണമെന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതായത് പാവപ്പെട്ട ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഈ RSS തീവ്രവാദികളിൽ നിന്ന് നമ്മളെ ഇന്ത്യയെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതോടുകൂടി മറ്റു സംസ്ഥാനങ്ങളിലും നിങ്ങൾ കോൺഗ്രസിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം പ്രയത്നിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.